مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم آمين تذكر جيران بذي سلمي. ചരിത്ര പ്രസിദ്ധമായ വിഴിഞ്ഞം മുഹ്യദ്ദീൻ പള്ളിയിലെ ഉറൂസിന്റെ വേദിയിൽ താരങ്ങളാകാൻ ഒരുങ്ങുകയാണ് ഈ കുഞ്ഞു കലാകാരന്മാർ. വ്യത്യസ്തമായ ഇശലുകൾ കോർത്തിണക്കി ജനഹൃദയങ്ങൾ കീഴടക്കുവാനുള്ള ഒരുക്കത്തിലാണ് ഇവർ. അറബിയും മലയാളവും ഉറുദുവും തമിഴും കലർത്തിയുള്ള ബുർദയാണ് ഈ കുട്ടി കലാകാരന്മാർ ഈ വേദിയിൽ അവതരിപ്പിക്കുന്നത്. പ്രൊഫഷണൽ പാട്ടുകാരെ വെല്ലുന്ന തരത്തിലുള്ള മികവാർന്ന പ്രവർത്തനമാണ് ഇവരുടെ ഈ ഗാനത്തിലുള്ളത്. ഇത്രയും മനോഹരമായി പാടുന്ന ഈ കുട്ടി കലാകാരന്മാരുടെ ഒരു പാട്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം. ചിത്തിര പൊന്മുത്തൊളിവിൽ വാഴും മദീന, ചിത്തം നിത്യം തേടിടുന്ന തേട്ടം മദീന. തിങ്കളാഴ്ച 22-ാം തീയതിയാണ് ഇവർ പൊതുവേദിയിൽ പരിപാടി അവതരിപ്പിക്കുന്നത്. വിഴിഞ്ഞം മുഹ്യദ്ദീൻ പള്ളിയിലെ ഉറൂസിന് കൊടിയേറുന്ന ദിവസമാണ് ഇവരുടെ ബുർദ. അലങ്കാര സുവർണത്തിൻ അതിർപ്പം ചൊല്ലാം ആത്തലാം നബിയാരെ കല്യാണമേ കല്യാണമേ. ആസിയ മാരിയം ബീവികളമ്മേ അഹമ്മദി നബിയാർ ഇണയാകുന്നേ ഇണയാകുന്നേ. സിറാജുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയിലെ അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ഈ കുട്ടികളെ പുറം ലോകം അറിയിക്കുവാനുള്ള പ്രോത്സാഹനത്തിനായി പരിശ്രമിക്കുന്നത്. ഇവരുടെ കഠിന പരിശ്രമമാണ് ഈ ബുർദയുടെ വിജയം. വിഴിഞ്ഞത്തെ ഈ അനുഗ്രഹീത കലാകാരന്മാരെ വാർത്തെടുക്കുവാനായി കഠിനമായി പരിശ്രമിച്ച സിറാജുൽ ഇസ്ലാം മദ്രസയിലെ അധ്യാപകരാണ് ഈ കാണുന്നത്. ഇവരുടെ പരിശ്രമമാണ് ഇന്ന് ഈ കുരുന്ന് കലാകാരന്മാരെ പുറം ലോകത്തെത്തിക്കുവാനായി ഒരു അവസരം ലഭിച്ചത്. ഉസ്താദ്, ഇതിന് എത്ര ദിവസത്തെ പ്രയത്നമാണ്? ഈ 1.5 മാസം. 1.5 മാസം എങ്ങനെയാണ്? 1.5 മാസം രാവിലെ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഒരു 10 മണിക്ക് വന്നാൽ 2 മണി വരെയൊക്കെ, ഉച്ചയ്ക്ക് 2 മണി വരെ പോകും. പിന്നെ അതുപോലെ രാത്രിയും ഇത് മഗ്‌രിബിന് ശേഷം 6 മണി 6:30 വന്നു കഴിഞ്ഞാൽ 10 മണി വരെ പ്രാക്ടീസ് ചെയ്യും. സത്യമതം സത്യമതത്തിന്റെ മാർഗമാണവരിൽ തന്നു, സൗഹൃദ സ്നേഹത്തിലൂട്ടി മാതൃകരായി നിന്നു. സത്യമതത്തിന്റെ മാർഗമാണവരിൽ തന്നു, സൗഹൃദ സ്നേഹത്തിലൂട്ടി മാതൃകരായി നിന്നു. വജഹിൻ വഞ്ചനയില്ല പുഞ്ചിരി തുകിയ മൊഴിയാ, പൊന്മഞ്ചിലലങ്കൃത നിധിയാ, സയ്യിദുൽ ബശറാം ശറഫുതലെങ്കിടും ബദറാ. ഉസ്താദാണ് ഇതിനു വേണ്ടി ആത്മാർത്ഥമായി ദിവസങ്ങളോളം പരിശ്രമിച്ച ഒരു വ്യക്തി. ഉസ്താദിന്റെ കഠിന പ്രയത്നമാണ് ഇന്ന് ഈ കാണുന്ന കലാകാരന്മാർ. അല്ലെ ഉസ്താദിന്റെ എത്ര ദിവസത്തെ പ്രയത്നമാണ്? 1.5 മാസം, ഏകദേശം 1.5 മാസം. നമ്മളെ ജമാഅത്തിൽ നിന്ന് ഇങ്ങനെ കുട്ടികൾ ബുറുദയുണ്ട് എന്ന് അവിടെ നിന്ന് അനൗൺസ്മെന്റ് നമുക്ക് വരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, പഠിപ്പിക്കാൻ തുടങ്ങും.
സാധാരണ 4-5 വർഷം കൊണ്ട് വലിയ കൂടെ +2 കഴിഞ്ഞ കുട്ടികളൊക്കെയാണ് കൂടുതലും നമ്മൾ ഇതിൽ വരാറുള്ളത്. അപ്പോൾ ഇത്തവണ അവരൊക്കെ ഒഴിവാക്കിയിട്ട് പുതിയ തലമുറ, അതായത് ഇപ്പം 3ാം ക്ലാസ്, 4, 5, 6, 7 ഇതിൻ്റെ ഉള്ളിലുള്ള കുട്ടികളാണ് ഇപ്പോൾ ഇവരുള്ളത്. അപ്പം ചെറിയ കുട്ടികളായതുകൊണ്ടും മാത്രമല്ല ഈ ബുറുദൊക്കെ ഇപ്പോൾ അറബിയല്ലേ, ചെറിയ കുട്ടികൾ വായിച്ചുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതനുസരിച്ച് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. ജനഹൃദയങ്ങൾ കീഴടക്കുവാനായി ഈ കുട്ടി കലാകാരന്മാർ നമുക്ക് മുമ്പിൽ എത്തുന്നത് ഈ വരുന്ന തിങ്കളാഴ്ച 22-ാം തീയതി. പിന്നെ 12 മണിക്ക് ശേഷമാണ് ഈ പ്രോഗ്രാം നടക്കുന്നതെങ്കിൽ ഈ നാട് കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന പോലെയാണ് ഈ പ്രോഗ്രാമിന് വേണ്ടി കാത്തിരിക്കുന്നത്. മുഴുവൻ അപാലവൃദ്ധ ജനങ്ങളും ഈ പ്രോഗ്രാമിന് വേണ്ടി ഇറങ്ങി വരും എന്നുള്ളതാണ് ഒരു അത്ഭുതകരമായ കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ ഇനി ഈ ഉറൂസിന് 22-ാം തീയതി നടക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് മുഴുവൻ നല്ലവരായ പിന്നെ പ്രവാചക പ്രേമികളെയും നാട്ടുകാരെയും സഹൃദയരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഇനിയും ഒരുപാട് നല്ല കലാവാസനയുള്ള നല്ല പാടുന്ന ടാലൻ്റായ കുട്ടികൾ നമ്മുടെ മദ്രസയിൽ, ഇത് 2 മദ്രസയുണ്ട്, ഈ 2 മദ്രസയിലുണ്ട്. ഇനിയും നമുക്ക് പഠിച്ചോണ്ട് തോഫി അടുത്ത വർഷങ്ങളിൽ ഇത്തരത്തിലുള്ളതായ പ്രാക്ടീസ് എടുത്താൽ പുതിയ പുതിയ താരങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
عادت کا حالی لا سری بمستتری علم ساتي ولا داعي بمنحسمي مولاي صل وسلم دائما ابدا على حبيبك خير خلق كلهم يا سيد مهيتي يا صاحب الذات يا سيد يا سيد مهيتي يا صاحب الذات أمينة لا ترجع أسيرها والنور تيجا أمينة لا ترجع أسيرها والنور تيجا يا سيد مهيتي يا صاحب الذات يا سيد يا سيد مهيتي يا صاحب الذات മഹല്ല് കമ്മിറ്റിയുടെയും മദ്രസ മാനേജിംഗ് കമ്മിറ്റിയുടെയും മദ്രസയിലെ മറ്റു ഉസ്താദുമാരുടെയും ഈ നാട്ടിലെ രക്ഷിതാക്കളുടെയൊക്കെ പരിപൂർണമായ സപ്പോർട്ട് ഈ വിഷയത്തിലുണ്ട്. പിന്നെ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് പിന്നെ ഇപ്രാവശ്യം കുറച്ചുകൂടി മെച്ചപ്പെട്ട രൂപത്തിലാണ് ഈ പ്രോഗ്രാം സംവിധാനിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വരും കാലങ്ങളിൽ ഇതിനേക്കാളും നല്ല രൂപത്തിൽ അവതരിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന്
ഇത്തരം കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉയരത്തിലേക്ക് ഇവർ എത്തും. നിങ്ങൾ ഓരോരുത്തരുടെയും പ്രോത്സാഹനമാണ് നമ്മുടെ ഈ കുട്ടി കലാകാരന്മാരുടെ വിജയം.